Hello everyone, welcome back to Salam Learning. അഭിമിസാണ് മക്കളെ. നമ്മളിതാ EVSലെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടായിരുന്നു, നമ്മുടെ സൂപ്പർ സെൻസസ് ആയിരുന്നു നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് അല്ലേ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഈ ചാപ്റ്ററൊക്കെ അടിപൊളിയായിട്ട് മിസ്സിൻ്റെ കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മിസ്സിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ആൻസർ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തനിയെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. എന്നിട്ട് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോടാ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ടൈഗർ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് അലേർട്ട് ആനിമൽസ് അല്ലേ. ഏറ്റവും അലേർട്ട് ആയിട്ടുള്ള ആനിമൽസിൽ ഒരാളാണ് ടൈഗർ എന്ന് പറയുന്ന ജീവി. ആൻഡ് യെറ്റ് ടുഡേ ടൈഗേഴ്സ് ആർ ഇൻ ഡേഞ്ചർ. പക്ഷേ എന്നിരുന്നാൽ പോലും ടൈഗേഴ്സ് ഇപ്പോൾ എന്താണ്, ഡേഞ്ചറിലാണ് അല്ലേ. അവർ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. വാട്ട് ഡു യു തിങ്ക് ആർ സം ഓഫ് ദി ഡേഞ്ചേഴ്സ് ടു ടൈഗേഴ്സ് ഇൻ ദ ജംഗിൾ? അപ്പോൾ എന്തൊക്കെയാണ് ഇത്രയും ശക്തരായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും അലേർട്ടായിട്ടുള്ള ഒരു ജീവി ആയിട്ട് പോലും ജംഗിളിൽ അല്ലെങ്കിൽ കാടുകളിൽ ഈ ടൈഗേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർ ഡേഞ്ചറിലാവാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാടാ? Answer: even today there are some dangers to tigers in the jungle. ഇന്നാണെങ്കിൽ പോലും നമ്മുടെ ജംഗിളിൽ ടൈഗേഴ്സ് കുറേ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അല്ലേ. അതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ത്രെട്ട് എന്ന് പറയുന്നത് എന്താണ്, ഹണ്ടേഴ്സാണ്. കാരണം ആൾക്കാർ അവയെ വേട്ടയാടുന്നുണ്ട്, അവരുടെ പുലിത്തോലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പുലി നഖത്തിന് വേണ്ടിയിട്ട്, പുലി പല്ലിന് വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ അവരെ വേട്ടയാടുന്നുണ്ട്. അപ്പോൾ ഹണ്ടേഴ്സ് ഇവർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് അല്ലേ. സോ ദേ കിൽ ദം ഫോർ ദെയർ സ്കിന്നിന് വേണ്ടിയിട്ട് അല്ലെ, പുലിയുടെ തോലിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ ഹണ്ട് ചെയ്യുന്നുണ്ട്, വേട്ടയാടപ്പെടുന്നുണ്ട്. മാത്രമാണോ? അല്ല. ലയൺസ് ആർ ഓൾസോ എ ത്രെറ്റ് ടു ടൈഗേഴ്സ് സിൻസ് ദേ ആർ മോർ പവർഫുൾ ദാൻ ടൈഗേഴ്സ്. ടൈഗേഴ്സിനെക്കാട്ടിലും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ലയൺസ് അല്ലേ. അപ്പോൾ ഈ ടൈഗേഴ്സിനെക്കാട്ടിലും പവർഫുൾ ആയിട്ടുള്ളതിനെ കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ഒക്കെ നടക്കും. അപ്പോൾ അവർ തമ്മിലും എന്ത് നടക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതും ടൈഗേഴ്സിന് ഫേസ് ചെയ്യുന്ന ഒരു ത്രെട്ടാണ് അല്ലേ. ദേ ഓൾസോ ഫേസ് ഡേഞ്ചേഴ്സ് ഫ്രം ഫോറസ്റ്റ് ഫയർസ്. മാത്രമല്ല കാട്ടു തീകൾ വരുന്നുണ്ട്. നമ്മുടെ മരങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ മരങ്ങൾ നശിക്കുമ്പോൾ, കാട് നശിക്കുമ്പോൾ ഇവർക്ക് ജീവൻ വെല്ലുവിളിയാവുന്നുണ്ട് അല്ലെ. ഹ്യൂമൻസ് മനുഷ്യരെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ ജംഗിളിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർ നേരിടുന്നുണ്ട്. അപ്പോൾ പുലികൾ അത്ര വലിയ കൊമ്പന്മാരാണെന്നുണ്ടെങ്കിലും അവരും കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആവശ്യത്തിന് ഫുഡ് കിട്ടാതെ വരിക, അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുക, അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ നാട്ടിലൊക്കെ പുലി ഇറങ്ങി എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നാട്ടിലേക്ക് അവർ ഇറങ്ങുന്നു, അതുപോലെ ആടുകളെയും ഓരോരോ ജീവികളെയൊക്കെ പിടിച്ച് ഭക്ഷിക്കുന്നു. കാരണം എന്താണ്, അവർക്ക് കാട്ടിൽ അവർക്ക് വേണ്ട ആ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ, അല്ലെങ്കിൽ കാട് നശിപ്പിക്കപ്പെടുമ്പോഴാണ് ഇതുപോലുള്ള ജീവികളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി വരാനായിട്ടൊരു പ്രധാന കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്യാൻ ഹ്യൂമൻ ബീങ്സ് ഓൾസോ ബി എ ത്രെറ്റ് ടു ആനിമൽസ്? മനുഷ്യർ ആനിമൽസിന് ഒരു ത്രെട്ട് ആവുന്നുണ്ടോ, ഒരു ഭീഷണി ആവുന്നുണ്ടോ? ആവുന്നുണ്ടെങ്കിൽ അതെങ്ങനെ എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? ഹ്യൂമൻ ബീങ്സ് ആർ ഓൾസോ എ ത്രെറ്റ് ടു ആനിമൽസ് അല്ലെ. തീർച്ചയായിട്ടും ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ജീവികൾക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. കാരണം എന്താ, ഹ്യൂമൻ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ പോപ്പുലേഷൻ കൂടുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള സോഴ്സസ് വേണം, അല്ലെങ്കിൽ താമസ സ്ഥലങ്ങൾ വേണം, അല്ലെങ്കിൽ ഭക്ഷണം വേണം. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമിക്ക് വേണ്ടിയിട്ട് കാടൊക്കെ വെട്ടിത്തെളിക്കുന്നു, അല്ലെങ്കിൽ കാട് കയ്യേറുന്നു. അപ്പോൾ നമ്മൾ ട്രീസും ഫോറസ്റ്റും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വൈൽഡ് ലൈഫിൻ്റെ ഈ ഒരു ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കയ്യേറുന്നു അല്ലേ. സോ ഹ്യൂമൻ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് ഫോറസ്റ്റ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, നശിപ്പിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റാറ്റ്, അതായത് ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വാസസ്ഥലം. ഓരോ ജീവിയും താമസിക്കുന്ന ഒരു വാസസ്ഥലം ഉണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു കിണറിലല്ല, നമ്മളിപ്പോൾ ഒരു കുളം എടുത്ത് നോക്കിയാൽ ഒരു പോണ്ട് എന്ന് പറയുമ്പോൾ അവിടെ കുറേ ജീവികളുണ്ട്. അപ്പോൾ അവരുടെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് അതാണല്ലേ. അപ്പോൾ ഓരോ ജീവികളും കാണുന്ന ഒരു ഹാബിറ്റാറ്റ് ഉണ്ട്. അപ്പോൾ അവരുടെ വാസസ്ഥലം നമ്മൾ നശിപ്പിക്കപ്പെടുമ്പോൾ ആ ഒരു ജീവികൾ എന്താവുകയാണ്, അവിടെ ആ ത്രെട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ മെയിൻലി ഹ്യൂമൻ ബീങ്സ് ആനിമൽസിനെ എന്ത് ചെയ്യാറുണ്ട്, വേട്ടയാടാറുണ്ട് അവരുടെ സ്കിന്നിന് വേണ്ടിയിട്ട് അല്ലേ. നമ്മളിതാ ഡിയറിനെ അല്ലേ, നമ്മളിതാ മാനിനെ എന്ത് ചെയ്യാറുണ്ട്, സ്കിന്നിന് വേണ്ടിയിട്ട് വേട്ടയാടാറുണ്ട്. എലഫൻസിനെ അല്ലേ, നമ്മുടെ ആനകളെ നമ്മൾ കൊമ്പിന് വേണ്ടിയിട്ട്, ടസ്കിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ വേട്ടയാടാറുണ്ട്. അതുപോലെ തന്നെ റൈനോസിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ ഹോണിന് വേണ്ടിയിട്ട് അല്ലേ, റൈനോസേഴ്സിൻ്റെ ഹോണിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ വേട്ടയാടാറുണ്ട്. ടൈഗേഴ്സിനെ സ്കിന്നിന് വേണ്ടിയിട്ട് വേട്ടയാടാറുണ്ട്. ഇതുപോലെ മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഹാബിറ്റാറ്റ് നശിപ്പിക്കപ്പെടുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് നമ്മൾ നശിപ്പിക്കുന്നു. അതുപോലെ ഈ ആനിമൽസിനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ
കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേട്ടയാടുന്നു, ആന കൊമ്പിന് വേണ്ടിയിട്ട് അല്ലേ. അങ്ങനെ കുറേ അധികം ആനിമൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിതാ നശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് എന്താണെടാ, ആനിമൽസിന് ഒരു ത്രെറ്റായി മാറുന്നുണ്ട് പല സിറ്റുവേഷൻസിൽ അല്ലേ. നെക്സ്റ്റ് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചില നാഷണൽ പാർക്സ്, ഇന്ത്യയിലുള്ള മറ്റു ചില നാഷണൽ പാർക്സ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് പറയാം നഗരാഹോൾ നാഷണൽ പാർക്ക് ഉണ്ട് മൈസൂരിൽ അല്ലേ, രന്തംബോർ നാഷണൽ പാർക്ക് ഉണ്ട്, പലമു നാഷണൽ പാർക്ക് ഉണ്ട്, ഗിർ നാഷണൽ പാർക്ക് ഉണ്ട്, ഗസിരംഗ നാഷണൽ പാർക്ക് ഉണ്ട്, കൻഹ നാഷണൽ പാർക്ക് ഉണ്ട് അല്ലേ, മധ്യപ്രദേശ്, ആസാം, ഗുജറാത്ത്, ജാർഖണ്ഡ്, രാജസ്ഥാൻ, മൈസൂർ ഇതുപോലെയുള്ള നമ്മുടെ നാഷണൽ പാർക്സ് ഒക്കെ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പേരുകളൊക്കെ എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, ഗിവ് എക്സാമ്പിൾസ് ഓഫ് ആനിമൽസ് ദാറ്റ് മേ ഹാവ് വെരി സ്ട്രോങ് സെൻസ് ഓഫ് സൈറ്റ്, ഹിയർ ഓർ സ്മെൽ. അതായത് സ്ട്രോങ് ആയിട്ടുള്ള സെൻസ് ഓഫ് സൈറ്റ്, കാഴ്ചയോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് ചെയ്യാൻ കഴിവുള്ള, അല്ലാന്നുണ്ടെങ്കിൽ കേൾക്കാനും കാണാനും കഴിവുള്ള ചില ജീവികൾ ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഡോഗ്സിന് അല്ലേ, നന്നായിട്ട് ഡോഗ്സിന് നമ്മളിതാ കടന്നുറങ്ങുകയാണെങ്കിൽ പോലും ആ ഡോഗ്സ് ഇങ്ങനെ അവരുടെ ചെവി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. കാരണം എന്താ, അവർക്ക് പെട്ടെന്ന് കേൾക്കാൻ പറ്റും, നല്ല കേൾവി ശക്തിയാണ്. ഡോഗ്സ് ക്യാൻ ഹിയർ മൈന്യൂട്ട് സൗണ്ട് ഓഫ് ഫുഡ് സ്റ്റെപ്പ് അല്ലേ, ചെറിയ ഫുഡ് സ്റ്റെപ്സ് പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റാറുണ്ട്, കേൾക്കാൻ പറ്റാറുണ്ട്. മാത്രമല്ല മൊസ്കിറ്റോസ് ക്യാൻ ഫൈൻഡ് ഹ്യൂമൻസ് ബൈ ദ സെൻസ് ഓഫ് ദിയർ ഹീറ്റ് ഓർ സ്മെൽ ഓഫ് ദ ഫുഡ് അല്ലേ. നമ്മളിതാ മൊസ്കിറ്റോസ് നമ്മൾ എവിടെ ഇരുന്നാലും നമ്മുടെ ഈ കൊതുകൾ വന്ന് നമ്മളെ കുത്താറുണ്ട് അല്ലേ. കാരണം എന്താ, മൊസ്കിറ്റോസിന് നമ്മളെ സ്മെല്ല് ചെയ്യാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറ്റ് അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ആൻഡ് ഈഗിൾ ക്യാൻ സീ സ്പ്രേ ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് 2 kilometers. നമ്മളറിയാം മുകളിൽ കൂടെ ായിട്ട് പറക്കുന്ന ഒരു ഈഗിളായിരിക്കും, പരുന്തായിരിക്കും അല്ലേ. പക്ഷെ താഴെ എവിടെയെങ്കിലും ഒരു കോഴിക്കുഞ്ഞ് നിൽക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ 2 kilometers വരെ ഡിസ്റ്റൻസിൽ അവർക്ക് നന്നായിട്ട് അവരുടെ ഇരയെ, പ്രീ എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ ഇരയെ കാണാൻ പറ്റും. പിന്നെ ചില ആനിമൽസിന് നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുമ്പോൾ, ഇപ്പോൾ ഉരുൾപൊട്ടൽ അല്ലാന്നുണ്ടെങ്കിൽ സുനാമി ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ അവിടെയുള്ള മൃഗങ്ങളൊക്കെ, അല്ലെങ്കിൽ പശു ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ വല്ലാണ്ട്, കന്നുകാലികളൊക്കെ സൗണ്ട് ഉണ്ടാക്കാറുണ്ടെന്ന് പറയാറുണ്ട്, നായ്ക്കളൊക്കെ വയ്ക്കാറുണ്ടെന്ന് പറയാറുണ്ട്. കാരണം ഇതുപോലെയുള്ള കലാമിറ്റീസ് വരുമ്പോൾ ഇതുപോലെയുള്ള ജീവികൾക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ സ്ട്രോങ് സെൻസ് ഓഫ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, സ്ട്രോങ് സെൻസ് ഓഫ് ഹിയറിങ്ങും സ്മെല്ലും സൈറ്റും ഒക്കെയുള്ള കുറേ ജീവികളുണ്ട്. അതിന് എക്സാമ്പിൾസ് എഴുതാൻ പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും കാണുന്നത് വരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.